വിവിധ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളുമായി സംസാരിച്ചതിന് ശേഷം ഏകദേശം ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഏകദേശം രൂപം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റിയിൽ നേഴ്സിംഗ് ഓഫീസർ പോസ്റ്റ് കൂട്ടാൻ നടപടി സ്വീകരിക്കും. അവിടെ അതിൻ്റെ ഒരു അപര്യാപ്തത കാര്യമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സുമായിട്ടുള്ള സംസാരത്തിൽ അവരെ ആ കാര്യം സൂചിപ്പിച്ചു. അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മനസ്സിലാക്കി 12 MLA-മാർ അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ആശുപത്രി വികസനത്തിന്, അതായത് മെഡിക്കൽ കോളേജിന് ഫണ്ട് നൽകാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് വെന്റിലേറ്റർ സൗകര്യം ഉൾപ്പെടെ ഒരു MLA കൂടെ ചെയ്യുന്ന ഞാൻ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഞാൻ അദ്ദേഹത്തിന് അവിടെ റിക്വസ്റ്റ് കൊടുക്കില്ല. 12 MLA-മാർ അവരുടെ ഫണ്ട് ഉപയോഗിച്ച് വെന്റിലേറ്റർ ഉൾപ്പെടെ നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഒരു MLA എനിക്ക് നേരിൽ കാണാൻ കഴിഞ്ഞില്ല. അത് ഞാൻ നിയമസഭയിൽ വെച്ച് കാണുമ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പേഴ്സണലായിട്ട് അഭ്യർത്ഥന നടത്തുന്നത്. അതെ, കാരണം അദ്ദേഹത്തിന് ഇന്നും അദ്ദേഹത്തിനെ കണ്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ അവിടെ കുടിവെള്ള പ്രശ്നത്തിൻ്റെ കാര്യമുണ്ട്, അതിന് പരിഹാരം ഉണ്ടാക്കും.